കൊല്ലത്ത് ഗർഭിണിയായ യുവതിയെ ഭർത്താവ് അതിക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി. ഗർഭം അലസിപ്പിക്കാൻ വയറ്റിൽ ചവിട്ടി മുഖത്തും ശരീരത്തും പരിക്കേറ്റ യുവതി ചികിത്സയിൽ തുടരുകയാണ്. സ്ത്രീധനത്തിന്റെ പേരിലാണ് ഭർത്താവും കുടുംബവും മർദ്ദിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഭർത്താവ് സൈനികനാണ്. കുടുംബത്തിനുമെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ്. ഇപ്പോൾ ഗോകുൽനാഥ് ഈ യുവതിക്കൊപ്പം ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എന്താണ് ആ യുവതിക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ഗോകുൽ, എന്താണെന്ന് ചോദിക്കൂ. എത്ര കാലം മുതൽ തുടങ്ങിയതാണ്? ഇപ്പോഴും അത് തുടരുന്നു? എപ്പോഴാണ് ഇത് ആദ്യമായി അറിഞ്ഞത്? വീട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നു? എങ്ങനെയാണ്, ഏത് രീതിയിലാണ് മർദ്ദിച്ചത്? ഗോകുൽ. വരികയാണ്. ഇവർ ആ സമയത്താണ് 6 മാസം മുൻപാണ് വിവാഹം കഴിഞ്ഞത്. എന്തായാലും യുവതി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 6 മാസം തൊട്ട് തന്നെ ഇത്തരത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവും കുടുംബവും യുവതി അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അല്ലേ? അതെ, സ്ത്രീധനത്തിന്റെ പേരിലാണ്. കല്യാണം കഴിഞ്ഞ് 3ാമത്തെ ദിവസം മുതൽ അമ്മായിയപ്പൻ സ്ത്രീധനം കുറഞ്ഞു പോയി എന്ന പേരിലാണ് നിരന്തരമായിട്ട് നമ്മളെ മാനസികമായിട്ടും വിഷമിപ്പിക്കുകയും മകനെ കൊണ്ട് നിരന്തരമായിട്ട് നമ്മളെ ദേഹോപദ്രവം ചെയ്യുകയും ചെയ്തു. അമ്മായിപ്പനും അമ്മായിയമ്മയും ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞ് മകനെ കൊണ്ട് ഉപദ്രവിപ്പിക്കുമായിരുന്നു. ഭർത്താവിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ പുള്ളിയുടെ താല്പര്യമില്ലാതെ നടത്തിയ കല്യാണമാണ്. അപ്പോൾ പുള്ളി നിരന്തരം എനിക്ക് വണ്ണം കൂടുതലാണ്, അയാൾക്ക് ചേർന്ന പെണ്ണല്ല എന്ന രീതിയിൽ നിരന്തരം എന്നെ ബോഡി ഷെയിം ചെയ്യുമായിരുന്നു. അതേപോലെ അമ്മായിപ്പനും അമ്മായിയമ്മയും മകന് ചേർന്ന പെണ്ണല്ല എന്നുള്ള രീതിയിൽ ബോഡി ഷെയിം ചെയ്യുന്ന പതിവായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം നടക്കുന്നതിൻ്റെ തലേന്ന് ഇതേപോലെ കണവ മീൻ വൃത്തിയാക്കിയപ്പോഴത്തേക്കും പിച്ചാത്തി കൊണ്ട് മുറിച്ചു. അത് വേഗത്തില്ല എന്ന് കാരണം പറഞ്ഞാണ് അമ്മായിയപ്പന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നിരന്തരം ചെറിയ ചെറിയ വിഷയങ്ങളാണ്. കല്യാണം കഴിഞ്ഞ് 13ാം നാൾ എൻ്റെ അമ്മയും അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞത് മകൾ ഭർത്താവിനെ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അത് കേട്ട് ഞെട്ടുക. കുറച്ച് ദിവസമായുള്ളൂ മകൾ കല്യാണം കഴിച്ച് വിട്ടിട്ട്. എന്താ കാരണം തിരക്കിയപ്പോൾ അമ്മായിയപ്പം പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് പൂമാല എടുത്ത് കളഞ്ഞില്ല, അലമാരി അടച്ച് കുറ്റിയിട്ടില്ല, പിന്നെ ബെഡ്ഷീറ്റ് നിവർത്തിയിട്ടപ്പോഴത്തേക്കും ചുളിവ് മാറിയില്ല. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞാണ് ആദ്യം മുതലേ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ ചോദിച്ചു ഇതൊക്കെ വലിയ വിഷയമാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഈ വീട്ടിൽ അതൊക്കെ വലിയ വിഷയമാണെന്നാണ് പറയുന്നത്. 1 മാസം ഗർഭിണി കൂടിയാണ്. 1 മാസം ഗർഭിണി കൂടാണ്. ഈ സമയത്ത് ഉപദ്രവം വയറ്റത്ത് ചവിട്ടി എന്നുള്ളൊരു പരാതി കൂടി ഉണ്ട്. വയറ്റത്ത് ചവിട്ടി എന്ന് വെച്ചാൽ ഈ പ്രശ്നം നടക്കുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഞാൻ ഭർത്താവിനോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഗർഭിണിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞത് ആരോടും പറയണ്ട, ആരെ അറിയിക്കേണ്ട എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിനുശേഷമാണ് ഈ പ്രശ്നത്തിൻ്റെ തുടക്കം. ഈ അമ്മായിപ്പൻ ഈ മീൻ വൃത്തിയാക്കിയ പ്രശ്നം പറഞ്ഞ് എന്നെ കുറേ അസഭ്യം പറയുകയും കുറ്റപ്പെടുത്തുകയും അടുക്കളയിൽ നിന്ന് ഇറക്കി വിടുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ ഭർത്താവിനോട് കാര്യം പറയാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന ഭർത്താവിനോടല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ പുള്ളി 12 മണിയായി മുറിയിൽ വന്നപ്പോൾ. അപ്പോൾ അതുവരെ അമ്മായിയപ്പനും അമ്മായിയമ്മയും ചേർന്ന് പുള്ളിയെ താഴെ വെച്ച് ഉപദേശിക്കുകയായിരുന്നു. ഞാൻ പുള്ളിയെ തിരക്കി താഴെ ചെല്ലുമ്പോഴത്തേക്കും താഴെ മുറിയിൽ ബഹളം കേൾക്കാം, എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഓരോന്ന് പറയുന്നത്. പുള്ളി മുറിയിൽ വന്ന ശേഷം എന്നെ മർദ്ദിക്കുകയായിരുന്നു, കുറേ ഉപദ്രവിച്ചു. അപ്പം ഞാനിങ്ങനെ ആണെന്ന് പറഞ്ഞിട്ടും പുള്ളി കുറേ ഉപദ്രവിച്ചു. ഈ മാലയും കഴുത്തും ചേർത്ത് പിടിച്ച് വലിച്ച് പൊട്ടിക്കാൻ നോക്കി. പിന്നെ അവസാനം ഞാൻ കിടന്ന് കുറേ കരഞ്ഞപ്പോഴാണ് പുള്ളി വിട്ടത്. എന്നിട്ട് എൻ്റെ മാമനെയും മാമിയെയും വിളിച്ച് ഇവളെ വിളിച്ചുകൊണ്ട് പോയി ഇവളെ ഇവിടെ വേണ്ടാന്നുള്ള രീതിയിൽ രാത്രി സംസാരിച്ചു. അങ്ങനെ അവസാനം എന്നോട് പറഞ്ഞ് നീ മര്യാദയ്ക്ക് കിടന്നുറങ്ങിയില്ലെങ്കിൽ നിൻ്റെ വീട്ടിലുള്ള ആരെയും ഞാൻ ഉറക്കത്തില്ല എന്നുള്ള രീതിയിൽ ഫോണും പിടിച്ചിരിക്കുകയായിരുന്നു. അവസാനം ഞാൻ പേടിച്ച് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി താഴെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഒരുങ്ങി താഴെ വന്നപ്പോഴാണ് അമ്മായിയപ്പനാണ് ആദ്യം തുടക്കം. അമ്മായിയപ്പൻ എന്നെ പിടിച്ചു നിർത്തി, നീ അടുക്കളയിൽ കയറണ്ട എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയിട്ട് മകനെ കൊണ്ടാണ് ഉപദ്രവിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോഴത്തേക്കും അമ്മായിയമ്മ വന്ന് കഥ കടച്ചത്. ഇവൾ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ കഥ കടച്ചു. അമ്മായിയപ്പൻ എൻ്റെ എൻ്റെ ബാഗ് പൊട്ടി, ബാഗിൽ പിടിച്ച് വലിച്ച് പുറത്തിട്ടൊരു ഇടിയും തന്നു. എന്നിട്ട് ഞാൻ ഈ സമയത്ത് വീട്ടിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നോ? വീട്ടിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചോ? വീട്ടിൽ വിളിച്ച് പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും വിഷമിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം നടക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ വിളിച്ച് പറഞ്ഞു ഞാൻ ഗർഭിണിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്കും അമ്മായിയമ്മ പറഞ്ഞത് പിന്നെ ഇത് എൻ്റെ മകൻ്റെ ഗർഭമല്ല, ഇത് വേറെ ആരുടെയോ ഇതാണ്, പിന്നെ ഈ ചവിട്ടി കലക്കടാന്ന് മകനോട് പറഞ്ഞു. മകൻ ഓടി വന്ന് എൻ്റെ വയറ്റത്തിട്ടൊരു ചവിട്ട് തന്നു. അവിടെ നിന്ന് എഴുന്നേറ്റപ്പോഴത്തേക്ക് ഓടി വന്ന് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് വെച്ച് ശ്വാസം മുട്ടിച്ചു. അപ്പോൾ എനിക്ക് വെപ്രാളത്തിന് പുള്ളിയുടെ വിരലാണ് കൈ കിട്ടിയത്. ഞാനത് പിടിച്ച് വെച്ച് കടിച്ചു. അപ്പോൾ ആ കടിച്ചപ്പോഴാണ് പുള്ളി കൈ വിട്ടത്. സ്വർണമോ പണമോ മറ്റോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അവർ എടുത്തിട്ടുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്ത്രീധനമായിട്ട് 28 പവനും 11 ലക്ഷം രൂപയാണ് കൊടുത്തത്. അത് അവരുടെ കയ്യിൽ തന്നെയാണ്, തിരിച്ചൊന്നും തന്നിട്ടൊന്നുമില്ല. പോരാന്നുള്ളതാണ് പറയുന്നത്. അത് പോരാന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അന്നത്തെ ദിവസം തന്നെ ഇതേപോലെ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ഒരുപാടെന്ന് വെച്ചാൽ ഒരു പെണ്ണിന് കിട്ടാവുന്നതിലധികം അന്നത്തെ ദിവസം എന്നെ ഉപദ്രവിച്ചു.
അരുണ, എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്നത് ഇത് സ്ത്രീധനത്തിന്റെ പേരിൽ കൊടിയ മർദ്ദനമാണ് യുവതി നേരിടേണ്ടി വന്നത്. എന്തായാലും യുവതി ഇപ്പോൾ നിലവിലുള്ളത് ബന്ധുവീട്ടിലാണ്. സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്നും കുടുംബത്തിലും നിൽക്കാൻ പറ്റാതെ ബന്ധുവീട്ടിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ബന്ധുവീട്ടിലേക്ക് വന്നിരുന്നത്. വീട്ടിലേക്ക് പോയാൽ ഭർത്താവ് അവിടെ വീണ്ടും എത്തും, മർദ്ദിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഓച്ചിറ പോലീസ് കേസ് അന്വേഷിച്ചു വരികയാണ്. താങ്ക് യു ഗോകുൽ. നമ്മൾ കേട്ടല്ലോ, ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പീഡനം സഹിച്ചിട്ട് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം പെൺകുട്ടികൾക്കുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് ഒഴിവാക്കണം. കാര്യം ആ പെൺകുട്ടികൾക്ക് വേറൊരു അഭയമില്ല. തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ കഴിയില്ലെങ്കിൽ അവിടെ വേര് പറഞ്ഞിരിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ആ പിള്ളേർ എന്ത് ചെയ്യും? അതാണ് നമ്മൾ പല വാർത്തകളായിട്ടും കാണുന്നത്. വീട്ടിൽ നീ എങ്ങനെയെങ്കിലും സഹിച്ചങ്ങ് നിൽക്കുക, കുറച്ചു നേരം കൂടെ സഹിച്ചങ്ങ് നിൽക്കുക എന്നല്ല പറയേണ്ടത്. ബുദ്ധിമുട്ടുണ്ടോ ഈ മോന്നേക്ക് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം.